വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. നമുക്ക് കീമിന് കോംപ്ലക്സ് നമ്പറും ലീനിയർ ഇനീക്വാളിറ്റിയും നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. അതിലൊരു കുട്ടി എഴുതിയ ആൻസർ കറക്റ്റാണ്, മറ്റേ കുട്ടി എഴുതിയ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അത് ഫുൾ ആൻസർ പറഞ്ഞു തരാം. എങ്കിലും അറ്റംപ്റ്റ് ചെയ്തല്ലോ, വളരെ സന്തോഷം. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഞാൻ ഇന്നും ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. 2 വീഡിയോ ഇടണമെന്നൊക്കെ വെച്ച് മഴയൊക്കെ ആയതുകൊണ്ടാണ് പറ്റിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ആൻഡ് പെരിമീറ്റർ അത് നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റി നോക്കാം. ഏരിയ ആൻഡ് പെരിമീറ്റർ of a rectangle are capital A and P. Then P and A satisfies the inequality. Satisfy the inequality ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താ? 2 × L+B. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L × B. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു length plus breadth. So L+B is equal to P/2. Area is equal to L × B. ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. L+B the whole square greater than or equal to 4LB. ഇവിടെ L+B അല്ലെങ്കിൽ X+Y ജനറലായിട്ട് പറയുകയാണെങ്കിൽ X+Y the whole square greater than or equal to 4XY. ഇവിടെ L+B എന്താ? P/2. നമ്മളൊരു നമ്പർ കൊടുത്തു നോക്കി. ഇപ്പോൾ 3 ഉം 1 ഉം. 3 + 1 4. 4 സ്ക്വയർഡ് എന്താ? 16. 4 × 3 × 1 എത്രയാണ്? 12. 16 ഗ്രേറ്റർ ദാൻ 12. P/2 the whole square greater than or equal to 4 × LBക്ക് നമുക്ക് എന്ത് പേര് കൊടുക്കാം? P²/4 greater than or equal to 4A. Cross multiplication we get P² answer. P² greater than or equal to 16A. ഇതാണ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. If mod x minus 3 by x minus 3 greater than 0, then ആൻസർ ഇൻ്റർവെലായിട്ടാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ഇൻ്റർവെൽ 3 to infinity. അങ്ങനെ ടൈം ഒത്തിരി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് എല്ലാം എഴുതാത്തത്. നമുക്കിവിടെ മോഡുലസ് അറിയാമല്ലോ. x minus 3 is equal to x minus 3 when x minus 3 greater than or equal to 0. is equal to minus of x minus 3. പല ക്ലാസ്സിൽ മോഡ് എക്സിൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ. മോഡ് x is equal to x when x greater than or equal to 0, minus x when x less than 0. മൈനസ് ഓഫ് x minus 3 എന്ത് വരും? 3 minus x. x minus 3 less than 0. mod x minus 3 by x minus 3.
mod x minus 3 by x minus 3 1 when x greater than or equal to 3 minus 3 നമുക്ക് റൈറ്റ് സൈഡ് കൊണ്ട് mod x minus 3 by x minus 3 minus x by x minus 3 minus 1 when x less than 3 നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ അപ്പോൾ ഇവിടെ 3 to infinity ഇനി പക്ഷേ ഇവിടെ ഈക്വൽ ടു വന്നാൽ 0/0 വരും അല്ലേ അത് നോട്ട് ഡിഫൈൻഡ് ആണ് നമുക്ക് എന്തെഴുതാം +3 നോട്ട് ഇൻക്ലൂഡഡ് ഓപ്പൺ ഇൻ്റർവൽ സോ എക്സ് എലമെൻറ്റ് ഓപ്പൺ ഇൻ്റർവൽ 3 to +∞ ഇതാണ് ആൻസർ. The solution set of x plus 3 by x minus 2 less than or equal to 2. Cross multiply answer ഇത്രയേ ഉള്ളൂ. x plus 3 less than or equal to 2 into x minus 2 2x minus 4 x minus 2x minus 4 minus 3 ഇവിടെ -1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ പോസിറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു +7. സോ എക്സ് എലമെൻറ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ കാരണം ഈക്വൽ ടു ഉണ്ട് +∞. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Question number 4. The number of solutions of the inequation mod x minus 2 plus mod x plus 2 less than 4. Number of solutions. Options ഇവിടെ 0, 1, 2, 3, 4. None of this. Mod x minus 2. ഇവിടെ x minus 2 0 എന്ന് കയറ്റുമ്പോൾ 2. ഇവിടെ -2 അല്ലേ ഇതിൽ ചെറിയ നമ്പർ ഏതാണ് -2. When x less than -2. ഇനീക്വാലിറ്റി എങ്ങനെ വരുമെന്ന് നോക്കാം. എക്സ് ലെസ് ദാൻ -2 നമ്മളിവിടെ -3 ആണ് കൊടുക്കുന്നതെങ്കിൽ -3 -2 നെഗറ്റീവ് വരും അല്ലേ അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എങ്ങനെ വരും -(x - 2) ഇവിടെ ലെസ് ദാൻ -2 വരുമ്പോഴിവിടെ നെഗറ്റീവ് വരും നമുക്കതിനെ എങ്ങനെ എഴുതാം -(x + 2) ലെസ് ദാൻ 4 -(x + 2) -(x - 2) ലെസ് ദാൻ 4 +2 -2 ക്യാൻസൽ -2x less than 4 -2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ x ഗ്രേറ്റർ ദാൻ -2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താ x ലെസ് ദാൻ -2 അപ്പോൾ കിട്ടിയതോ x ഗ്രേറ്റർ ദാൻ -2 നോ സൊല്യൂഷൻ അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് അപ്പോൾ ആൻസർ എന്താ 0 നോ സൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് കൊടുക്കാം ഇവിടെ നമ്പർ ഓഫ് സൊല്യൂഷൻ ആയതുകൊണ്ട് ആൻസർ എന്ത് വരും നമ്പർ ഓഫ് സൊല്യൂഷൻസ് 0 ഇതിൽ ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 5 x + 11 by x minus 3 greater than 0 ഇങ്ങനെ നമുക്കൊരു ആൻസർ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ ഇവിടെ ഓപ്ഷൻസ് ഇൻ്റർവെലായിട്ടാണ് x + 11 by x minus 3 ഇവിടെ എക്സ് 0 നിൽക്കിയിട്ട് നമുക്ക് രണ്ട് നമ്പർ കിട്ടും ഏതൊക്കെയാണ് -11 +3
ഇതൊക്കെ ലെസ് ദാൻ -11 വന്നാൽ എന്ത് വരും? ഇപ്പോൾ -12 ആണ് കൊടുക്കുന്നതെങ്കിൽ -12 + 11 എന്താ? നെഗറ്റീവ്. -12 - 3 എന്താ? -15. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്. ഇനി ഗ്രേറ്റർ ദാൻ 3 4 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് 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 ബൈ പോസിറ്റീവ് പോസിറ്റീവ്. ഇനി 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ്. നമുക്കിവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഇവിടെ എന്ത് വരും? എക്സ് എലമെൻറ്റ് ലെസ് ദാൻ -11 എന്ന് പറയുമ്പോൾ നമ്മൾ -11 ഇവിടെ എഴുതുക, -∞ യൂണിയൻ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ 3 ഫസ്റ്റ് എഴുതുക, പിന്നെ പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇതാണ് ആൻസർ. നമുക്ക് കോംപ്ലക്സ് നമ്പറിൽ 2-3 ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഫൈൻഡ് ദ മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പറിലെ പോളാർ ഫോം ഇപ്രാവശ്യം ഡിലീറ്റഡ് പോർഷൻ ഇല്ല എന്നാണ് പറയുന്നത്. എങ്കിലും ഞാൻ പോളാർ ഫോമിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കാണണം. അതുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്തിപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്നില്ല. ഫൈൻഡ് ദ മോഡുലസ് ഓഫ് 1 + i / 1 - i -1 - i / ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്താണ്? അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 1 + i / 1 - i എന്ന് പറഞ്ഞാൽ എന്താ? i. 1 + i the whole square / 2 വരും, അങ്ങനെ i വരും. 1 - i / ഇവിടെ മൈനസ് ആയതുകൊണ്ട് -i. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്ക് z എന്നൊരു പേര് കൊടുക്കാം. 1 + i / 1 - i എന്താ? i. i raised to 75 minus i raised to 75. i raised to 75 -1 raised to odd എന്താ? -1. മൈനസിൻ്റെ മൈനസ് പ്ലസ് 2 × i raised to 75. i raised to 75 നമുക്ക് എങ്ങനെ എഴുതാം? 72 i raised to 4n. 4ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും എപ്പോഴും എന്തായിരിക്കും? +1. i raised to 3. 3 നമുക്ക് എങ്ങനെ എഴുതാം? i² × i. 72 + 2 74 + 1 75. ഇത് 1 ആയിട്ട് മാറും. i² നിങ്ങൾക്ക് അറിയാമല്ലോ, -1 -2y. പിന്നെ മോഡുലസ് എന്താ? 2. ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാം. Question number 7. If 1 + i × 2 + 3i × 3 - 4i whole divided by 2 - 3i × 3 + 4i × 1 - i is equal to a + ib. Find a² + b². ഈ കോംപ്ലക്സ് നമ്പർ എന്താണെന്നിരിക്കുന്നത്? a + ib. നമുക്കറിയാം a² + b² എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോംപ്ലക്സ് നമ്പർ മോഡുലസ് എന്താ? √a² + b². അതിൻ്റെ സ്ക്വയറാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ നമ്മൾ എന്ത് കണ്ടാൽ മതി? മോഡുലസ് കാണാം. mod a + ib mod z1/z2 എന്താ? mod z1/mod z2. mod 1 + i mod 2 + 3i mod 3 - 4i mod 2 - 3i mod 3 + 4i mod 1 - i. എന്നൊക്കെ 1 + iയുടെ കോഞ്ചുഗേറ്റ് ആണ് 1 - i. mod z mod z⁻ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസും അതിൻ്റെ കോഞ്ചുഗേറ്റിൻ്റെ മോഡുലസും എപ്പോഴും സെയിം ആയിരിക്കും. സെയിം ആയിരിക്കും.
അപ്പം മോഡ് 1 പ്ലസ് ഐയും മോഡ് 1 മൈനസ് ഐ എന്താ സെയിം ആയതുകൊണ്ട് അത് ക്യാൻസലാവും. ഇത് രണ്ടും ക്യാൻസലാവും, ഇതും ക്യാൻസലാവും. നമുക്ക് എന്ത് കിട്ടും? മോഡ് എ പ്ലസ് ഐ ബി ഈസ് ഈക്വൽ ടു 1. മോഡ് എ പ്ലസ് ഐ ബി എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ. Question number 8. Z bar 1 by I minus 1. Find Z. 1 by I minus 1 നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 1 പ്ലസ് ഐ. നമുക്കറിയാം Z ബാർ ദ ഹോൾ ബാർ എന്താണ്? Z ആണ്. അപ്പം നമുക്ക് Z ബാർ തന്നിട്ടുണ്ട്. തിരിച്ച് നമുക്ക് എന്ത് കിട്ടണം? Z കിട്ടണം. നമുക്ക് എന്ത് ചെയ്താൽ മതി? ടേക്കിംഗ് കോഞ്ചുഗേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. Z ബാർ ദ ഹോൾ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു Z. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്താ? ഐക്ക് മുമ്പുള്ള സൈൻ മാറ്റിയാൽ മതിയല്ലോ. -1 -i. നമുക്കിതിൽ ഓപ്ഷൻ ഇങ്ങനെയാണ്. ഇതിന് മൈനസ് കോമൺ എടുത്തിട്ട് ന്യൂമറേറ്ററിൽ മൈനസ്, ഇങ്ങനെയാണ് ഓപ്ഷൻ കിടക്കുന്നത്. -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. Question number 9. That Z is equal to x plus iy be a complex number such that ഞാനതൊന്നും എഴുതുന്നില്ല. ക്വസ്റ്റ്യൻ വായിക്കുക. Z is equal to x plus iy be a complex number such that mod Z plus I is equal to 2. Then locus of Z is a circle whose center and radius are. Center and radius are. നമുക്കറിയാം Z x plus iy അല്ലേ? മോഡ് Z plus i y that is x plus iy plus I mod x plus I into y plus 1. ഇതിൻ്റെ മോഡുലസ് എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് 2 സ്ക്വയർ 4. സർക്കിളിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പം നമുക്ക് ഈ ഒരു ഫോമിലോട്ട് നമുക്കിതിനെ എഴുതുകയാണെങ്കിൽ എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ വൈ മൈനസ് -1. ഇവിടെ എച്ചിൻ്റെ സ്ഥാനത്ത് എന്താ? 0. വൈ കെയുടെ സ്ഥാനത്ത് -. Center is 0 -1. R is equal to 2. 0 -1 R is equal to 2. Question number 10. Area of the triangle, area of the triangle on the complex plane. On the complex plane formed by the points Z, IZ, Z plus IZ.
area of the triangle on the complex name formed by the points Z, I, Z, Z plus I, Z is 128. Find mod Z. ഇവിടെ Z, I, Z, Z plus I ഇങ്ങനെ തന്നെയാണ് വരുന്നതെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു മോഡ് Z സ്ക്വയർ എന്നാണ്. നമുക്ക് Z, I, Z പ്ലസ് I, Z ഈ ഒരു ഫോമിൽ വന്നാൽ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു മോഡ് Z സ്ക്വയർ. നമുക്കിവിടെ എത്ര തന്നിരിക്കുന്നത്? 128. സോ മോഡ് Z സ്ക്വയർ ഈസ് ഈക്വൽ ടു 256. Therefore, answer is root of 256, 16. Z, I, Z plus I, Z ഫോമിൽ വന്നാൽ മാത്രമേ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു മോഡ് Z സ്ക്വയർ ആകത്തുള്ളൂ. അതിൽ നമുക്ക് മോഡ് Z കിട്ടും. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം ഹോംവർക്കിന്. ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം. അങ്ങനെ ഒരു കുട്ടിക്ക് തെറ്റിപ്പോയല്ലോ, അപ്പം അത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇന്നലത്തെ ഹോംവർക്കാണിത്. tan 1 ഡിഗ്രി പ്ലസ് tan 89 ഡിഗ്രി ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ tan 1 89 90 മൈനസ് 1. tan 90 മൈനസ് എ എന്താ? cot A. ടാനിനെ നമുക്ക് എങ്ങനെ എഴുതാം? sin 1 ഡിഗ്രി ബൈ cos 1 ഡിഗ്രി, cos 1 ഡിഗ്രി ബൈ sin 1 ഡിഗ്രി. ടേക്കിംഗ് LCM sin 1 cos 1. sin സ്ക്വയർഡ് എ പ്ലസ് cos സ്ക്വയർഡ് എ എന്താവും? 1. മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2. ഈ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 sin A cos A. എന്ത് കിട്ടും നമുക്ക്? sin 2A. 2 ബൈ sin 2A എന്ന് പറയുമ്പോൾ ഇവിടെ എന്താവും? sin 2 ഡിഗ്രി. ഇതിലേതായിരുന്നു ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. കുട്ടിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. tan 89നെ നമുക്ക് 90 മൈനസ് 1 എന്ന് എഴുതാം. cot 1 വരും. കോട്ടിനെ നമുക്ക് cos ബൈ സൈൻ എന്ന് എഴുതാം. പിന്നെ LCM എടുക്കുക. മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2. 2 sin A cos A ഉണ്ടെങ്കിലേ നമുക്ക് sin 2A ആ ഒരു ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഓപ്ഷൻ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇന്നത്തെ നിങ്ങളുടെ ഹോംവർക്ക് ഞാൻ തരാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഇഫ് 1 പ്ലസ് I ഇൻറ്റു Z 1 മൈനസ് I ഇൻറ്റു Z ബാർ then Z ഈസ് ഓപ്ഷൻ A x ഇൻറ്റു 1 മൈനസ് I. x എലമെൻ്റ് ആർ. ഓപ്ഷൻ B x ഇൻറ്റു 1 പ്ലസ് I. x എലമെൻ്റ് ആർ. ഓപ്ഷൻ C x ഡിവൈഡഡ് ബൈ 1 പ്ലസ് I. D none of this. നിങ്ങൾ ചെയ്ത് നോക്കുമല്ലോ. എനിക്ക് കമൻറ്റ് ചെയ്യുക ആൻസർ. നെക്സ്റ്റ് വീഡിയോ ഞാൻ അടുത്ത 2 ചാപ്റ്റർ ആയിരിക്കും. മാക്സിമം ഞാൻ വൈകിട്ടിടാൻ നോക്കാം. പിന്നെ ട്യൂഷൻ്റെ തിരക്കും മഴ എല്ലാം കൂടെ ആയതുകൊണ്ടാണ്. എങ്കിലും ഞാൻ ട്രൈ ചെയ്യാൻ. ഇന്ന് 3-4 ദിവസമല്ലേ ഉള്ളൂ എക്സാമിന്. നിങ്ങളെല്ലാവരും കുട്ടികൾ ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു.